എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ എന്ന നിലയിൽ സാറിന് നെഗറ്റീവ് റോള് ചെയ്യുന്നതാണോ അതോ ഒരു ഹീറോയിക് റോള് ചെയ്യുന്നതാണോ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? പൈസ കൂടുതൽ കിട്ടുന്നത്. നിന്റെ താടി ഭയങ്കര രസമാണ്. ഞാൻ തൊട്ടോട്ടോ അല്ല താടിയിൽ ചിലപ്പോ അഥവാ ഇനി 2 വിത്തുമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് വീണ് എനിക്കും കൂടെ താടി വന്നാലാ. ഈ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് പ്രിയാമണി മനസ്സിലാക്കിയ ഒരു റിയാലിറ്റി എന്താണ്? ആക്ച്വലി ഇപ്പോ ഇരിക്കുന്ന ഇതില് റിയാലിറ്റി ഷോസ് നോ മോർ റിയാലിറ്റി. നമ്മുടെ ഇതായിരുന്നു ഇറ്റ്സ് വെരി വെരി റിയൽ ആണ്. അപ്പൊ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പ്രിയാമണി പോകുമോ? പിന്നെ അതെ, വൈ നോട്ട്? அந்த மாதிரி இந்த குளிரான இடங்கள்லாம் போய் ஆடும்போது ஹீரோக்கள் வந்து ஜேக்கெட் ஃபுல்லாக பேண்ட்ஸ் ஜீன்ஸ் எல்லாம் போட்டிருக்காங்க. பாவம் அந்த ஹீரோயின் வந்து ரொம்ப கஷ்டமான ஒரு ப்ளவுஸ் சாரியோடு ஆட விடுறது வந்து என்ன, ஏன் இப்படி நியாயம் நினைக்கிறீங்களா? அசி நீங்கள் சொல்லுங்கள். அங்கே கேளுங்க ஏன். சரி நீங்கள் சொல்லுங்கள். என்னங்க இப்போ நாங்களா சாரி கட்ட முடியும்? ഓഫീസർ ഡ്യൂട്ടിയിലൊക്കെ അഭിനയിക്കാനായിട്ട് പ്രിയാമണി തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്? സ്ക്രിപ്റ്റ് ആണോ? ചാക്കോച്ചൻ എന്തുകൊണ്ടാണ്? പ്രിയാമണി ഉണ്ട്. അപ്പൊ ഞങ്ങള് ഒരു ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഫാദുക്ക ബാംഗ്ലൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ കണ്ട്. അപ്പൊ ഞങ്ങളൊരു ടാറ്റ നെക്സോണില് ഫാദുക്കാനെ ചേസ് ചെയ്യാൻ നോക്കി. ഫാദുക്കാടെ വണ്ടി റേഞ്ച് റോഡ് സ്കോർ ചെയ്യാൻ കിട്ടിയില്ല. പക്ഷെ ഞങ്ങക്ക് കൈതാത്തി ടാറ്റൊക്കെ തന്നു. ഓർക്കുന്നുണ്ടോ? ഇല്ല. சார் அமலாபால் மேம், ஜிவி பிரகாஷ் யார் உங்களோட க்ளோஸ் ஃப்ரெண்ட்? அது தெரிஞ்சு இப்போ நீ என்ன பண்ண போற? ആവശ്യപ്പെടായിരുന്നു സത്യത്തില്. അല്ല, ആ ടീച്ചർ സാധാരണ നമ്മൾ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള സിനിമയുടെ ടീച്ചർ ഇടാം. ഇത് ടീച്ചർ തുടങ്ങണേ ജയശേഖരന്റെ സമയം ഒട്ടും ശരിയല്ല പറയട്ടോ. അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയ ടീച്ചറാണ് എന്ന് തോന്നിയായിരുന്നു. നെഗറ്റീവും പോസിറ്റീവ് ആവുമല്ലോ. വേറെ ഏതാ നെഗറ്റീവ് ഉള്ളത്? ഇതില് എനിക്ക് ഞാനിപ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആരെയെന്നറിയോ? നിഖിലേനെ. തഗ് മറുപടികൾ മാത്രം അങ്ങനെ ഒരു തഗ് മറുപടികളൊക്കെ എപ്പോഴെങ്കിലും നിഖിലയുടെ അടുത്ത് കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായോ? ഇല്ല, നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഭാഗ്യം.